എനിക്ക് NDTVയിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതിന് വിളിച്ചിട്ടുണ്ട് ബോംബെയിൽ. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, രാജീവ, ഈയിടെ ഈ ഗാനമേള എന്നും നടക്കുന്നുണ്ട്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ ഗാനമേള. രാജീവും അതുപോലെ തമാശ രൂപേണ പറഞ്ഞു, ആ ചേച്ചി, എനിക്കത് തോന്നായികയില്ല. ഇന്ദ്രൻ എന്നും വരും. സംസാരിച്ച് പൂർണ്ണിമയും മായാമൗഷമിയും ഇന്ദ്രനൊക്കെ വലിയ സുഹൃത്തുക്കളായി. ആദ്യമായിട്ടാണ് അതിനകത്ത് തിലകൻ ചേട്ടനും ജയഭാരതിയൊക്കെ സിനിമയിൽ നിന്ന് വന്ന് ആദ്യമായിട്ടൊരു സീരിയൽ അഭിനയിക്കുക. അപ്പോൾ അവരൊക്കെ സീരിയൽ രംഗത്തേക്ക് വരുന്ന ഒരു സീരിയലിൽ തന്നെ എൻ്റെയും കൂടെ ഒരു സീരിയൽ രംഗത്തേക്കുള്ളൊരു പ്രവേശനം, അത് നല്ലൊരു സംഭവമാണല്ലോ എന്ന് ചോദിച്ചെങ്കിലും ഞാനൊന്നും മടിച്ചു. നമസ്കാരം. ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തി. എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചു, നല്ല സദ്യയൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞ് ഇനി നമ്മളെ ആര് ഭരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് വോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. എന്താണ് നമ്മുടെയൊക്കെ അല്ലേ, അവരുടെയൊക്കെ വിധി എന്താണ്, നമ്മളെന്താണ് കൽപ്പിക്കുന്നതെന്ന് കാത്തിരിക്കുന്ന ജനനായകന്മാരൊരു ഭാഗത്ത്. ഏതായാലും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റേതായ സമയമാകുമ്പം അതിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കും. എനിക്ക് വരുന്ന ഒരുപാട് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജുകളിൽ ചേച്ചി ഇങ്ങനെ ഓടിച്ചോടിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇന്ദ്രജിത്തിൻ്റെയും പൂർണ്ണിമയുടെയും കല്യാണം, ഇന്ദ്രജിത്ത് പാടി, പൂർണ്ണിമ കേട്ടു, പൃഥ്വിരാജിനെ സുപ്രിയ ഇൻ്റർവ്യൂ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ പറയുക ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് തമാശ അല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണത്. കാരണം എന്താ വെച്ചാൽ ഇന്ദ്രൻ്റെ കല്യാണമൊക്കെ പറഞ്ഞാലൊരു കഥ പോലെ. ഇന്ദ്രൻ എൻജിനീയറിങ് കഴിഞ്ഞു, തമിഴ്നാട്ടിലാണ് പഠിച്ചത്, കമ്പ്യൂട്ടർ എൻജിനീയറാണ് അദ്ദേഹം, ഡിസ്റ്റിങ്ഷനോടുകൂടിയൊക്കെ പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ അവിടെ നിൽക്കുകയാണ്, അടുത്തത് എന്ത് വേണം, ഈ പറഞ്ഞൊരു എൻജിനീയറിങ് കഴിഞ്ഞിട്ടൊരു ജോലിക്ക് പോകണോ അതോ ഇനി വേറെ വല്ല പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു സീരിയലിൻ്റെ അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കുന്നത്. പെയ്തൊഴിയാതെ, ശ്രീ KK രാജീവ് സംവിധാനം ചെയ്ത് AR കുറ്റിപ്പുഴ എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ സീരിയൽ. അപ്പോൾ എനിക്ക് ആ സീരിയൽ അഭിനയിക്കാനുള്ള ഏറ്റവും വലിയൊരു ആകർഷണീയത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ സീരിയൽ അഭിനയിക്കാൻ ഇത്ര കണ്ട് അട്രാക്റ്റഡ് ആയി എന്ന് തോന്നാൻ ഉള്ള കാരണം, ആദ്യമായിട്ടാണ് അതിനകത്ത് തിലകൻ ചേട്ടനും ജയഭാരതിയൊക്കെ സിനിമയിൽ നിന്ന് വന്ന് ആദ്യമായിട്ടൊരു സീരിയൽ അഭിനയിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ നല്ലൊരു ഇൻട്രഡക്ഷൻ എനിക്കും കിട്ടത്തില്ല സീരിയലിലേക്ക് വരാൻ. കാരണം എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപക്ഷെ ഭാരതി വലിയ നായികയാണ്, എങ്കിലും ഞങ്ങളൊക്കെ വലിയ കൂട്ടുകാരാണല്ലോ. അപ്പോൾ അവരൊക്കെ സീരിയൽ രംഗത്തേക്ക് വരുന്ന ഒരു സീരിയലിൽ തന്നെ എൻ്റെയും കൂടെ ഒരു സീരിയൽ രംഗത്തേക്കുള്ളൊരു പ്രവേശനം, അത് നല്ലൊരു സംഭവമാണല്ലോ എന്ന് ചോദിച്ചെങ്കിലും ഞാനൊന്നും മടിച്ചു. ഇനിയിപ്പോൾ വേണോ ഇതൊക്കെയെന്ന്. അപ്പോൾ ആ സമയത്ത് എൻ്റെ 2 മക്കളും ശക്തമായിട്ട് പറഞ്ഞു, അമ്മയ്ക്കറിയാവുന്നൊരു ജോലി, വെറുതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്ന്, എൻ്റെ അമ്മയുണ്ട് കൂടെ, അമ്മയും കൂടെ ഓരോ കാര്യങ്ങൾ പറയുക, വിഷമിക്കുക, ദുഃഖിക്കുക, അയ്യോ ഇതെന്തൊരു ദൈവമേ, ഇതെന്തിന്, ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്ത് പറ്റിയിരിക്കാൻ, ഇതൊക്കെ എല്ലാവർക്കും ലോകത്തിൽ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഗ്രഹപ്പിഴ വരുമ്പോൾ, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു നമ്മുടെ ജാതകത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു കടമ്പ കടക്കണമല്ലോ ജീവിതത്തിൽ ഓരോ സമയത്തും. അപ്പോൾ ആ സമയത്ത് ദൈവം എന്ത് തീരുമാനിക്കുന്നോ അത് നടക്കും. അങ്ങനെ അച്ഛൻ പോയി. പക്ഷെ അതിപ്പോൾ ഒരു 5-8 മാസം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് കുറച്ചുകൂടെ ഉത്സാഹമായിട്ടിരിക്കണം. കാരണം അപ്പോൾ എനിക്ക് ആ പറച്ചിൽ നിന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ മൊത്തത്തിൽ ഡള്ളായി ഒന്ന്. കാരണം ഞാനിങ്ങനെ അത്യാവശ്യം തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലാണെങ്കിലും നടക്കും, മക്കളോടാണെങ്കിലും ഞാൻ എൻ്റെ ഒരു മക്കളാണ് അവരെന്നുള്ള രീതിയിൽ വലിയ ശാസന രൂപത്തിലൊന്നും പറയാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ ചേർത്ത് പറയും, സ്നേഹത്തോടുകൂടി അവരത് കേൾക്കാറുണ്ട്, അനുസരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻജിനീയറിംഗ് കഴിഞ്ഞവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, എന്താ നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിച്ചു. അത് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അഭിനയിക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, ഏതായാലും ശരി, നിങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ജയഭാരതിയുടെ ജ്യേഷ്ഠത്തി, വിവാഹം കഴിക്കാത്ത മക്കളൊന്നുമില്ലാത്ത ഒരു വല്യമ്മ. ഈ വല്യമ്മയ്ക്ക് അനിയത്തിയുടെ കുട്ടികളോട് വലിയ വാത്സല്യമോ. ആ കുട്ടികളായിട്ട് അഭിനയിക്കുന്ന 2 ആർട്ടിസ്റ്റുകൾ, ഒന്ന് പൂർണ്ണിമയും ഒന്ന് മായാമൗഷമിയും. അപ്പോൾ സെറ്റിൽ ചെല്ലുന്നു, ഇതുപോലെ കുറച്ച് ദിവസം അഭിനയിക്കുന്നു. നല്ല സെറ്റ്. കാരണം ഒന്നാമത് KK രാജീവിനെ അറിയാമല്ലോ, വളരെ കാര്യമായിട്ട് അദ്ദേഹം എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു തരും. ഭയങ്കര ഒരു മിതഭാഷിയാണ്, ഭയങ്കര ബഹളങ്ങളും ഒന്നുമില്ല.
അപ്പോൾ ഡോക്ടർ അംബികാത്മജൻ നായർ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രസിദ്ധനായ ഡോക്ടറാണ് അദ്ദേഹമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉണ്ടായിരുന്നത് അതിൽ അത് പൊരുത്തത്തിലാണ്. ഏതായാലും ശരി, കെ രാജീവാണ് ഇത് രണ്ടും ചെയ്തത്. അപ്പോൾ അങ്ങനെ രാജീവിൻ്റെ സീരിയൽ തിലകൻ ചേട്ടനും ഭാരതിയും എല്ലാവരും സെറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സിനിമാ സെറ്റ് ചെന്നൊരു ഫീലായിരുന്നു അന്ന്. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. അങ്ങനെ ഇന്ദ്രൻ അവധിയാണ്. അടുത്ത എന്ത് ചെയ്യണം എന്നാലോചിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് കൊണ്ടുവിടാം, കാരണം വെറുതെ കൊണ്ടല്ല, ചിലപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും വണ്ടിയില്ല, ചേച്ചി ഒരു അരമണിക്കൂർ ഒന്നിരിക്കണം, ഇപ്പോൾ വരും, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവിടാൻ പോയതാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നീ ഉണ്ടല്ലോ, അന്ന് ഇന്ദ്രൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസൊക്കെ എടുത്ത സമയമാണ്. അപ്പോൾ അവനും ഡ്രൈവ് ചെയ്യാൻ വലിയ താല്പര്യം, അല്ല അതിപ്പോഴും അത് ഡ്രൈവ് ചെയ്തെവിടെങ്കിലും പോകാൻ വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അമ്മയെ ഒന്ന് വിളിക്കാൻ വരാമോ, ഒരു 7 മണി 6 മണി 7 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കാൻ വരണം, കാരണം അന്ന് ഭാരതി ഒന്നും അങ്ങനെ ഒരുപാട് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഭാരതിക്കൊക്കെ വർക്ക് തീരുമ്പം സ്വാഭാവികമായിട്ടും എനിക്കും തീരും, കാരണം ഞങ്ങളൊക്കെ കൂടെ തമ്മിലുള്ള കോമ്പിനേഷനാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരു 6 മണിയാകുമ്പം ഇന്ദ്രൻ കാറുമായിട്ട് ലൊക്കേഷനിൽ വരും. അവിടെ വന്നിരിക്കും, എല്ലാവരുമായിട്ട് സംസാരിക്കും, വലിയ കാര്യമായിട്ട് സ്നേഹമായിട്ടുമൊക്കെ. അപ്പം ജയഭാരതിയൊക്കെ ഇന്ദ്രനെ കുട്ടിയായിരിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. അല്ലാത്തവരുമായിട്ടൊക്കെ വലിയ സംസാരിച്ച് പൂർണ്ണിമയും മായാമൗഷമിയും ഇന്ദ്രനും ഒക്കെ വലിയ സുഹൃത്തുക്കളായി. അവസാനം ഈ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പം സുഹൃത്ത് ഒന്നായിട്ട് കുറഞ്ഞു. പൂർണ്ണിമയും ഇന്ദ്രനുമായി സംസാരം കൂടുതൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവന് തന്നെയൊരു താല്പര്യം, വേണ്ടാമേ ഞാൻ വരാൻ വിളിക്കാനായിട്ട്, ഏതായാലും എനിക്കിപ്പോൾ 1 മാസം പണിയൊന്നുമില്ല, എന്താണ് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടല്ലേ, അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10-15 ദിവസത്തെ ഒരു വലിയ ലോങ് ഷെഡ്യൂളാണത്. ഇന്ദ്രൻ എന്നും വരും. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ കാണാം ഇന്ദ്രൻ ഇരുന്നൊരു പാട്ട് പാടുന്നത്, ഹിന്ദി. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു തോന്നുന്നു, ഏക്കിലിടുക്കി, അങ്ങനെ പാട്ടില്ലേ, ഏക്കിലിടുക്കി കൊതി, ആ പാട്ട് പാടി ഇരിക്കുന്നു. പൂർണ്ണിമയുണ്ട്, വേറെ ആരോ ഉണ്ട്, പക്ഷേ പൂർണ്ണിമയാണ് മെയിൻ, ആർട്ടിസ്റ്റുകളിൽ മെയിനായിട്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ഗാനമേളയോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഈ വരലും പാട്ട് പാടലും പല പാട്ട് പാടലും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനൊരു ദിവസം കെ രാജീവിൻ്റെ അടുത്ത്, രാജീവിനെ അറിയാതെ ഞാൻ പറഞ്ഞു, രാജീവ് ഈയിടെ ഈ ഗാനമേള എന്നും നടക്കുന്നുണ്ട്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ ഗാനമേള, വല്ല എനിക്കറിയത്തില്ല, വേറെ വല്ലതിനുള്ളൊരു അഡ്വാൻസ് ബുക്കിംഗ് ആണോ ഈ ഗാനമേള എന്ന് എനിക്കറിഞ്ഞൂടാ എന്ന് ഞാൻ പറഞ്ഞപ്പം രാജീവും അതുപോലെ തമാശ രൂപേണ പറഞ്ഞു, ചേച്ചി എനിക്കത് തോന്നായികയില്ല, ഏതെങ്കിലും ആട്ടെ, ചേച്ചിയുടെ മക്കളല്ലേ അവർ, ചേച്ചിയോട് പറയാതിരിക്കത്തില്ല എന്തായാലും, അതാ എനിക്കറിയാം, അത് സത്യമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ അത് ഒരു ഷെഡ്യൂളായി, 2ാം ഷെഡ്യൂളായി, 3 അപ്പോഴത്തേക്ക് ഇന്ദ്രനെ മദ്രാസിൽ ഒരു ജോലി, എൻ്റെ ചേട്ടൻ്റെ തന്നെ പരിചയത്തിലുള്ള ചേട്ടനൊക്കെ അന്ന് അതിനകത്തൊരു പങ്കാളികളായിരുന്നു, ഒരു നെക്സേജ് ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ അതവർ മൊത്തം അത് അമേരിക്കയിൽ തന്നെ വേറൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യുകയോ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് തിരിച്ച് പെട്ടെന്നാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിജി തമ്പി സാറ് ഒരു ടെലിഫിലിം അഭിനയിക്കാൻ ഇന്ദ്രനെ വിളിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി കോളനിയിലൊക്കെ എൻ്റെ കൂടെ വരിയെടുക്കുകയൊക്കെ ചെയ്ത് ഇന്ദ്രൻ ആളിങ്ങനെ അത്യാവശ്യം അഭിനയിക്കാനൊക്കെയുള്ളൊരു ടേസ്റ്റ് ഉണ്ടെന്നും താല്പര്യമുണ്ടെന്നും അതിനുള്ള കഴിവുണ്ടെന്നും ഒക്കെ കുറേശ്ശെ മനസ്സിലാക്കിയിട്ട്, പിന്നെ സുഖേട്ടൻ്റെ മോനല്ലേ എന്നുള്ള മട്ടിൽ അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ വരുന്നു. ആ വരവ് സമയത്ത് പൂർണ്ണിമയ്ക്ക് സത്യം പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങൊന്നുമില്ല. പക്ഷേ പൂർണ്ണിമ ഏതാണ്ട് ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ കാര്യമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് വരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പൂർണ്ണിമ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചു, മോനെ വേറൊന്നും കൊണ്ടല്ല, ആ കുട്ടി ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് വരികയും നല്ല കാര്യം പിടിക്കുകയാണ് ആൾ, എന്താ ഇപ്പോൾ വേറെ എന്തോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതല്ലമ്മേ, ഞാനിങ്ങനെ അമ്മയടുത്ത് പറയാൻ തന്നെ ഇരിക്കുകയായിരുന്നു, നല്ല കുട്ടിയാണ്, സ്മാർട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്, സെയിൻറ്റ് റീസേഴ്സ് കോളേജിൽ പഠിച്ചിറങ്ങിയതാണ്, ഒരുപാട് കാര്യങ്ങൾക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അല്ല എനിക്ക് ശരിയാണ് അമ്മ പറഞ്ഞത്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ ഞാൻ ശരി, ആഗ്രഹമൊക്കെ ഇരിക്കട്ടെ. അല്ല അപ്പോൾ പൂർണ്ണിമയുടെ വീട്ടിലും അതെ, ഇപ്പോൾ ഈ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ടേ കല്യാണാലോചനകളോ അപ്പോൾ അത് മാത്രം ഞാൻ പറയും. അല്ല പൂർണ്ണിമ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാണ്, ചിലപ്പോൾ പഠിച്ചിറങ്ങിക്കഴിയുമ്പം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് ഒരു കല്യാണാലോചനയോ നല്ലതുമല്ലോ വന്നാൽ ഉടനെ അത് നടത്താൻ നോക്കും.
പക്ഷേ മോനെ സംബന്ധിച്ച് അച്ഛനും പോയി. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ എൻജിനീയറിങ് കഴിയുക. അപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞ് പരീക്ഷയൊക്കെ എഴുതി അതൊക്കെ ഒരു ഡിഗ്രിയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ജോലി അന്വേഷിക്കുകയോ തുടർന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നല്ലോ നമ്മൾ എൻജിനീയറിങ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അത് മാത്രം പഠിച്ച് അപ്പോൾ അതെന്ന് വെച്ചാൽ പൂർണ്ണിമയുടെ വീട്ടിലെല്ലാവരും നേരത്തെ ഒരു 19-20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് പോകുന്നവർ. അതിനോട് മാത്രം ഞാൻ യോജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മോൻ പരീക്ഷ കഴിഞ്ഞ് ഒരു ഡിഗ്രി എടുത്തിട്ട് നമുക്കങ്ങനെ നടത്താം എന്ന് പറയുന്നു. അതറിയിക്കുന്നു. അതിന് വലിയ ഇതിലൊന്നും പറഞ്ഞില്ല, എല്ലാവർക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് വാക്കാലൊന്ന് തീരുമാനിച്ചു ഈ കുട്ടിയെ തന്നെ ഇതിലേക്ക് കല്യാണം കഴിക്കുമെന്ന്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ വിട്ടാലും പറ്റത്തില്ലല്ലോ, നമുക്ക് അവളെ അറിയിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പൂർണ്ണിമയുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കുകയും ഞാൻ പറഞ്ഞു ഇതാണ് ഈ കൊല്ലം പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണെന്നുള്ള ഒരു സംഭവത്തിലിരിക്കുകയാണ് മൂപ്പര്. അപ്പോൾ അതൊന്ന് അറിഞ്ഞോട്ടെ, ഈ ഡിഗ്രി ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം അയാൾ എന്താണ് തുറന്ന് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ആലോചിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതായാലും 2 വീട്ടുകാരും വാക്കാലിത് ഉറപ്പിച്ചു വെച്ചു. പൂർണ്ണിമയെ തന്നെ ഇന്ദ്രജിത്ത് കല്യാണം. അപ്പോൾ അങ്ങനെയാണ് ഇന്ദ്രജിത്ത് പൂർണ്ണിമയും തമ്മിൽ ഒരു സീരിയലിലെ സെറ്റിൽ തുടങ്ങിയ ഒരു പരിചയം ഒരു വിവാഹബന്ധത്തിൽ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ അവിടുന്ന് വീണ്ടും പറയാതെ പൃഥ്വിരാജ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം വളരെ കുറച്ചേ സംസാരിക്കാറുള്ളത്. പുറത്ത് കാണുന്ന പോലെ തന്നെയാണ് വീട്ടിൽ. അത് പ്രത്യേകിച്ച് ഒരു ദുരുദ്ദേശവും ഇല്ല. ആ ഒരു ഈ സംസാരക്കുറവിനെ ചിലർ അങ്ങനെ ധിക്കാരം അഹങ്കാരം എന്നൊക്കെ പറയുമെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പുള്ളി അങ്ങനെ ആണെന്നുള്ളത്. കാരണം ഞാനും ഇന്ദ്രനും ഒരുപാട് സംസാരിക്കും, പൃഥ്വിരാജ് അവൻ്റെ അച്ഛനെ പോലെ കുറച്ച് സംസാരിക്കും, ഇത്രയുള്ള വ്യത്യാസം. അങ്ങനെ രാജു അതെ ഒരു പ്രാവശ്യം എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് NDTV ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതിന് വിളിച്ചിട്ടുണ്ട് ബോംബെയിൽ. പിന്നെ നല്ലതല്ലേ NDTV അല്ല അമ്മ NDTV വർക്ക് ചെയ്യാണ് ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വിളിച്ചിരുന്നു, ഇംഗ്ലീഷിലൊക്കെയാണ് ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞു എന്ത് ഭാഷയിലും ആട്ടെ. ഇപ്പോൾ അതൊക്കെ അത് രാജു ദോഷം പറഞ്ഞ് ഇതരും രാജു ഒരു 10 പഠിക്കുമ്പോഴേ സാമാന്യം വലിയ തെറ്റില്ലാത്ത ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പറയുമായിരുന്നു. കാരണം അതവർ പഠിച്ചു വന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും സൈനിക സ്കൂളിലും ഒക്കെയാണ്. 2 പേർക്കും ഹിന്ദിയും അറിയാം ഒരു ഏറെക്കുറെയൊക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് ആരാ കുട്ടി എന്നൊക്കെ ചോദിച്ചു. അല്ല അതൊന്നും ആയില്ല, ഞാൻ പറയാം അമ്മയടുത്ത് ഇങ്ങനെ ആ കുട്ടിയാണ് വിളിച്ചത്. അല്ല അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പം അവ എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു അമ്മേ, അങ്ങനെ ഇങ്ങനെ ഇതാണ് കുട്ടി. പിന്നെ അപ്പോൾ ഒരു ഫോട്ടോ ഇൻ്റർവ്യൂവിൻ്റെ പാലക്കാടാണ് സ്വദേശം. അവർ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അവിടെയൊക്കെയാണ് താമസം. പാലക്കാട്ടാണ് വീടുമൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും എല്ലാവരും വന്നുണ്ട്. അന്ന് എല്ലാവരും ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു അല്ല ഏതായാലും അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് എൻ്റേതായ രീതിക്ക് പോകാൻ പോലെ. അപ്പോൾ നമ്മൾ എടുത്ത് ചാടി എന്തെങ്കിലും കാണിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ മൂത്ത സഹോദരൻ വരാനിരുന്നു അമേരിക്കയിൽ നിന്ന്. അങ്ങനെ ചേട്ടൻ വരുന്നു. ഒരമ്മാവനെ ഉള്ളല്ലോ ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും, ഡോക്ടർ MV പിള്ള. അപ്പോൾ അദ്ദേഹം വന്നു കുടുംബസമേതം, ചേട്ടനും ചേട്ടത്തിയും ഞങ്ങളെല്ലാവരും കൂടെ പാലക്കാട് പോകുന്നു. കാരണം അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരു പെണ്ണ് കാണൽ എന്നൊന്നും പറയണ്ട, കാരണം ഇവർ തമ്മിൽ കണ്ടു. എന്നാലും അതിൻ്റെ ആ ഒരു ഫോർമാലിറ്റികളൊക്കെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ പോകുന്നു. സുപ്രിയ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു, അമ്മുമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ചെല്ലാം സംസാരിച്ച് സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെ തീരുമാനിക്കുന്നു ഏതായാലും കല്യാണം നമുക്ക് നടത്താം. അതിൻ്റേതായ സമയവും കാര്യങ്ങളുമൊക്കെ ഇനി നിങ്ങൾ നോക്കി പറഞ്ഞാട്ടെ. അപ്പോൾ അതിനകത്ത് ഒറ്റ ഇതേ ഉള്ളത്, കാരണം അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ അങ്ങനെ കുറച്ച് പ്രായമായ ആൾക്കാർ കുടുംബത്തിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം വേറൊന്നുമല്ല, ഒരാൾ വീൽ ചെയറിൽ പറ്റുമായിരുന്നു. അപ്പോൾ ഈ താലികെട്ട് ചടങ്ങ് മാത്രം നമുക്ക് എവിടെയെങ്കിലും കുടുംബക്കാരെ മാത്രം വിളിച്ച് നടത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അത് മതി, ധാരാളം, അതാണ് അതിൻ്റെ ഭംഗി, അതിൻ്റെ ഐശ്വര്യവും. പക്ഷേ അതിൽ അവസാനിപ്പിക്കാനൊക്കത്തില്ല ഞങ്ങൾക്ക്. കാരണം നമ്മൾ നിൽക്കുന്നത് സിനിമാ ഫീൽഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. അയ്യോ സുകുമാരൻ ഇപ്പോൾ എന്ന് വിചാരിച്ചപ്പോൾ ഞാനൊരു രജിസ്റ്റർ മാരേജ് കഴിച്ചാൽ ഞാൻ തീരും. പക്ഷേ അതല്ല എൻ്റെ. കാരണം എൻ്റെ 2 മക്കളെയും അതുപോലെ മാധ്യമങ്ങൾ എല്ലാവരും, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇവർ വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷത്തോടുകൂടി അവരെ സ്വാഗതം ചെയ്യുകയും
രണ്ടുപേരും മിടുക്കന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ശരി വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളെയും മാധ്യമ സുഹൃത്തുക്കളെയും ഒക്കെ വിളിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ അവിടുന്ന് സുഖമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ സാഹിത്യരംഗത്ത് എൻ്റെ ജ്യേഷ്ഠനെ ഞങ്ങൾക്കൊക്കെ കൈനിക്കര ഫാമിലിയുമായിട്ട് അടുപ്പമുള്ള സാഹിത്യകാരന്മാരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് വിളിച്ചില്ലെങ്കിലും അതിൽ വളരെ അടുത്ത് എൻ്റെ അച്ഛനുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങളേതായിട്ടുള്ളൊരു പാർട്ടി എറണാകുളത്ത് ലീമെരിഡിയിൽ നടത്തി. കാരണം ഇല്ലെങ്കിൽ അതിന് ഒരു പ്രയാസമുണ്ട്. കാരണം ഇന്ദ്രൻ്റെ അങ്ങനെയൊക്കെ നടത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും രാജുവിനും എല്ലാവരും. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ വിളിച്ചവരിൽ ഞാൻ വരുമെന്ന് പോലും പ്രതീക്ഷിക്കാത്തവർ പോലും അവിടെ എത്തി എന്നുള്ളതാണ്. സത്യം പറയാം, അതെനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഒരു കക്ഷി രാഷ്ട്രീയം ആരും നോക്കിയിട്ടില്ല. ഇന്ന പാർട്ടിയാണെന്നോ അല്ലെ മല്ലിക എന്ത് പാർട്ടിയാണെന്നോ ഒന്നും നോക്കിയിട്ടില്ല. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അന്നത്തെ ഈ പറഞ്ഞ പോലെ BJP നേതാക്കന്മാരാണ്. മാരാർ സാറിൻ്റെ ആമ്പിള്ള സാറും PP മൂന്നേട്ടനും ഒക്കെ. അപ്പം അന്ന് BJP ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഇത്ര സജീവമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ എന്നാൽ പോലും അവരുടെയൊക്കെ ആ ഒരു സമീപനം, എന്തെങ്കിലും ആട്ടെ, ഈ പറഞ്ഞതുപോലെ മല്ലിക ചേച്ചിയുടെ മോനല്ലേ, ഇതൂടെ ഉള്ളല്ലോ ആ കുടുംബത്തിൽ എന്നുള്ള ഒരു വലിയ പരിഗണനയും ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ വെച്ച് വിളിച്ചിട്ട് നമുക്ക് അയ്യോ ഇവരൊക്കെ വന്നോ കല്യാണത്തിന് തോന്നുന്നത് പോലെ ആ ലീമെരിഡിയിൽ ഫുള്ളായിട്ടും ആൾക്കാർ വന്ന്, സിനിമയിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും സുഖേട്ടൻ്റെ മക്കളെന്നുള്ള രീതിയിലും ഞാൻ പോയി നേരിട്ട് വിളിച്ച ആ ഒരു ഇതിലും എല്ലാവരും വന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം നടന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയാൻ കാര്യം, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവർ കണ്ടു ആരും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഉടനെ കെട്ടി അല്ല. ഇതെല്ലാം അതിൻ്റേതായ വഴിക്ക് എൻ്റെ മക്കൾ എന്നോട് പറയുകയും ഞാൻ അതിൻ്റേതായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് അഭിമാനപൂർവ്വം പറയാം, ഞാൻ ഈ കുട്ടികൾക്കൊക്കെ എന്തോ ഉണ്ടെന്നോ ഒരക്ഷരം ഞാൻ അങ്ങനത്തെ ഒരു അമ്മ അല്ല ഞാൻ. കാരണം ഞങ്ങളുടെയൊക്കെ പഴയ തറവാടുകൾ നിങ്ങൾക്കൊക്കെ അറിയാതെ അങ്ങനൊരു പരിപാടിയില്ല. എൻ്റെ ജ്യേഷ്ഠനായാലും എൻ്റെ 2 സഹോദരിമാരായാലും ഞങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നല്ല കുടുംബങ്ങൾ നോക്കി കെട്ടിച്ചയക്കുക എന്നല്ലാതെ ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ പലതും സ്ത്രീധനം മുമ്പേ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല, പിന്നെ കൂടുതലുണ്ട് ആത്മഹത്യ, എന്തൊക്കെയാണ് നടക്കുന്നത്. അന്നിതൊന്നുമില്ല കേട്ടോ. നല്ല കുടുംബത്തിലെ നല്ല കുട്ടികൾ നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ അമ്മമാർ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവരെ പൊന്നുപോലെ നോക്കാനൊക്കെ എൻ്റെ 2 മക്കളും മിടുക്കരാണ്. കൂടുതലൊന്നും എനിക്കറിയണ്ട, ഇവർ സന്തോഷമായിട്ടങ്ങ് കഴിഞ്ഞേച്ചാൽ മതി എന്ന് പറയുന്നു. 2 കല്യാണവും നന്നായിട്ട് ഭംഗിയായിട്ടും നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞവരുടെ എല്ലാത്തിനും ചെന്ന് പഠിപ്പിക്കാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല ഞാൻ. പലപ്പോഴും പലരും ചോദിക്കും ചേച്ചിക്ക് പോയി മക്കളുടെ കൂടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഞാൻ എറണാകുളത്ത് വീട് വാങ്ങിച്ചത്. 2 പേരുടെ നടക്കാൻ ഞാൻ 2 പേർക്കും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കാറിൽ വരാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു വിരോധമില്ല, 2 പേർക്കും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് എന്താ ഞങ്ങളുടെ കൂടെ വന്നിരുന്നാൽ അമ്മയ്ക്ക് വലിയ ദുരഭിമാനമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോൾ തമാശയിൽ. ഞാൻ പറഞ്ഞു അതല്ല മോനെ, അമ്മ വളർന്നതും ശീലിച്ചതും ഒക്കെ വേറൊരു രീതിയിലാണ് അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയെ വളർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ സന്ധ്യയാകുമ്പോഴത്തേക്ക് നമ്മൾ നാമം ജപിച്ചു, വിളക്ക് കത്തിച്ചു, അതെല്ലാം എൻ്റെ മക്കളുടെ വീട്ടിൽ നടക്കും. എല്ലാവർക്കും നല്ല പൂജാമുറിയൊക്കെ ഉണ്ട്. പക്ഷേ അവർ കുറേ കൂടെ തിരക്കായി എപ്പോഴും. കാരണം ഇപ്പോഴത്തെ രീതി അറിയാമല്ലോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചില്ല ഉടനെ അടുത്ത ട്യൂഷന് പോയി. അപ്പോൾ ഒരാൾക്ക് ഫ്രഞ്ച് ട്യൂഷനാണെങ്കിൽ ഒരാൾക്ക് മാത്തമാറ്റിക്സ്, ഒരാൾക്ക് പിയാനോ പഠിക്കണമെങ്കിൽ ഒരാൾക്ക് ഗിറ്റാർ. അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടമാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഇതിനൊരു കുറ്റബോധം, അയ്യോ അമ്മ പറഞ്ഞ പോലെ അമ്മ 7:30 കഴിക്കുമല്ലോ, എന്ത് ഈശ്വരായതിനു മുമ്പ് അങ്ങ് ചെല്ലുമോ. അപ്പോൾ എന്തിനാണ്, എപ്പോൾ വേണേൽ എനിക്ക് അവിടെ പോകാം, എന്ത് വേണേൽ കഴിക്കാം, എപ്പോൾ വേണേൽ എൻ്റെ മക്കൾക്കോ മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഇങ്ങോട്ടും വരാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കൂടെ പണ്ടേ നിൽക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട്. അവർ ഒക്കെ ഉള്ളപ്പോഴേ ഞാൻ എപ്പോഴും പറയും, കാരണം അവരെ ഒന്നും എനിക്കോട്ട് മാറ്റി നിർത്താനൊക്കത്തില്ല. ഞാനൊരു സിനിമ കാണാൻ പോയാലും പലപ്പോഴും പലരും പറയും വലിയ ചേച്ചി വരുന്നുണ്ട് കേട്ടോ, 6 സീറ്റാണ്. അപ്പോൾ എല്ലാവരും ധരിച്ചു ചെയ്യുന്ന ഇന്ദ്രൻ, പൂർണിമ, സുപ്രിയ, രാജു, ആരെങ്കിലും ഇതൊക്കെയാണ്. ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന 2 പെണ്ണുങ്ങൾ, എൻ്റെ ഡ്രൈവർ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരുന്ന ചില ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആയിരിക്കും എൻ്റെ ഇവിടെ. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രത്യേക ഷോ ഇടാൻ പറഞ്ഞാലും എവിടെ വേണേലും ഇടും, കാണാം. അപ്പോൾ എന്നെ കൂടെ വിളിച്ചാൽ എനിക്കും വരാൻ കാണാം.
പക്ഷേ ഇവരെ ഒന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അവർക്കൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ പടം വരുമ്പോൾ അമ്മാ കൊച്ചുമോൻ്റെ പടം വന്നമ്മ വലിയ മോൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈശ്വര കഷ്ടം അവർക്ക്. അപ്പം ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുത്തിയാണ് കാണിക്കുന്നത്. അതിന്നും ഞാൻ ആ പരിപാടിയാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. ഏത് പടം, ആടുജീവിതം വരെ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് അരിഫ്ലക്സിൽ പോയപ്പോൾ അതിനകത്ത് ഒരു 10 സീറ്റോളം 12 സീറ്റോ ബുക്ക് ചെയ്തതിനകത്ത് അതിൽ 6 പേരും എൻ്റെ വീട്ടിൽ നിൽക്കുന്നവരെയാണ് ഞാൻ കൊണ്ടുപോയത്. ബാക്കി കുറച്ച് പേര് അന്ന് ഈ പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ഒരു ശീലങ്ങൾ അത് എൻ്റെ മക്കൾക്ക് അറിയാതെ. കാരണം എൻ്റെ മക്കളെയൊക്കെ അത് പൊന്നുപോലെ നോക്കിയിട്ടുള്ളവരാണ് പഠിക്കുന്ന കാലത്തൊക്കെ. രാജുവൊക്കെ 10ാം ക്ലാസ് പഠിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞപ്പോൾ സുഖേട്ടൻ്റെ മരണശേഷം കഴിഞ്ഞ് ഭാരതീയ വിദ്യാഭവൻ ട്രിവാൻഡ്രത്ത് കൊണ്ട് ചേർത്തു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറാണ് ഇപ്പോഴും രാജുവിൻ്റെ പേഴ്സണൽ ഡ്രൈവർ രാജൻ. ഒരു 10-25 കൊല്ലമായി കഴിഞ്ഞ് രാജൻ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ സഹകരിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരിക. ഇപ്പോൾ ഉണ്ട് എനിക്കൊരു ഡ്രൈവർ ദീപു, വർക്കലക്കാരനാണ്. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്നാൽ 1 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ചുരുട്ടിക്കെട്ടി പോകുന്നതാണ്. എന്തായാലും എൻ്റെ കൂടെ നിന്ന ലീലയ്ക്ക് സുഖമില്ലാതായതിന് ശേഷമാണ് ഞാൻ മറ്റൊരാളെ 10-15 വർഷങ്ങൾക്ക് ശേഷം എടുക്കുന്നത് പോലും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരു കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്ന പോലെ അങ്ങനെ പോകാറുണ്ട്. ഇപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും കൂടെ ആയിരിക്കാം എൻ്റെ മക്കളൊക്കെ ഈ ഫീൽഡിൽ ഇത്രയും അറിയപ്പെടുന്ന രീതിയിൽ വളർന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് പലരോടും ഞാൻ പറഞ്ഞതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യുക, വേറൊന്നും കൊണ്ടല്ല. നമുക്ക് ഇനിയൊക്കെ ഒരു മനസമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കണം. അതിവരെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് തരാനായിട്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തവർ അല്ല, എൻ്റെ കൊടി പിടിക്കുന്നവരെ ഞാൻ നോക്കുകയുള്ളൂ. അത് ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു. ഏത് പാർട്ടിയായാലും കൂടെ നടന്ന് കൊടി പിടിച്ചില്ലെങ്കിലും ഇവരൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവരുടെ ഇല്ലായ്മയിൽ നമ്മളും പങ്കുചേരുക എന്നുള്ള ഒരു നിലപാട്. ഇപ്പോൾ ഒരാൾ വന്ന് ചിലപ്പോൾ ഒരു 50,000 രൂപ ചോദിക്കും. എനിക്ക് ചിലപ്പോൾ അത്രയും കൊടുക്കാൻ കാണത്തില്ല. പക്ഷേ ഒരു 10,000 കൊടുത്താലും അവർക്ക് സന്തോഷമല്ലേ? ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും പറയാതിരിക്കുക. അത് പിന്നീട് പുറം ലോകം അറിഞ്ഞോളും എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ആ ഒരു വിശ്വസിക്കുന്ന ഒരു അമ്മയാണ്. ഇപ്പോൾ മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ 2 മക്കളും ഇവിടെ എറണാകുളത്ത് എൻ്റെ തൊട്ടപ്പുറമായിട്ട് 2 മക്കളും ഉണ്ട്. അടുത്താണ്, ഇവിടെ 2-3 മിനിറ്റേ ഉള്ളൂ. ഇവിടുത്തെ അടുത്താണ് പൃഥ്വിരാജും ഇന്ദിരയും അടുത്താണ്. ഇടയ്ക്ക് എല്ലാവരും കൂടി ഇവിടെ വരും. ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോകും. അതൊക്കെ വളരെ അപൂർവമാണ്. കാരണം ഇവരെ ഒന്നിച്ച് കിട്ടാൻ വലിയ പാടാണ്, നിങ്ങൾക്കറിയാമല്ലോ. എന്നാലും അങ്ങനെ ഇരിക്കുമ്പോൾ വർഷത്തിൽ ഒരു 2-3 ദിവസമൊക്കെ ഒന്നിച്ച് ഞങ്ങൾ കൂടും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. കൊച്ചുമക്കളെ ഇടയ്ക്കിടയ്ക്ക് വരും. അവരിവിടെ ഉള്ളതുകൊണ്ട് കാണുന്നതും അവരുമായിട്ടിരുന്ന് കളിക്കുന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സന്തോഷം.